ഹലോ ഗൈസ്, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. യെസ്, ഇന്ന് ഓഗസ്റ്റ് 15. ഇതെന്താ പ്രത്യേകത? സ്വാതന്ത്ര്യദിനം കൂടാണ്ട് വ്ളോഗറിന്റെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വിചാരിച്ചു ഇന്ന് ഐശ്വര്യമായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു കുർബാനയൊക്കെ കേട്ട് തുടങ്ങാം. 7 മണിയുടെ കുർബാനയ്ക്ക് 7:39 ചേട്ടന്മാർ ഇപ്പോഴെത്തി. യെസ്, അപ്പോൾ നമ്മൾ ചാപ്പലിലേക്ക് പോവാണ്. ഇന്ന് ഫസ്റ്റ് പ്രോഗ്രാം കുർബാന കൂടുക എന്നുള്ളതാണ്. ഓക്കെ, പോവാം. അപ്പോൾ നമ്മൾ കുർബാനയൊക്കെ കഴിഞ്ഞു. ഏകദേശം ഇപ്പോൾ സമയം 10 ഉണ്ടാവും. 8:30 കഴിയേണ്ട കുർബാന കഴിഞ്ഞത് ഏകദേശം 10 മണിയായിരുന്നു. വിശന്ന് ജീവൻ കത്തിയിട്ട് വയ്യ. അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. സാധാരണ നമ്മൾ പോകുമ്പോൾ ഫുഡ് കിട്ടാറില്ല, പക്ഷേ ഇന്ന് കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ പോകുന്നു. നമ്മൾ മുമ്പോട്ട് കിടന്ന് റെഡ് ബെഞ്ചിൽ പോയിരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ 12 മണിയാകുമ്പോൾ സിനിമ കാണാൻ ജയിലർ കാണാൻ പോവാണ്. നമ്മൾ ഇവിടെ അടുത്ത് തന്നെ, നമ്മളെ ലക്ഷ്മി തിയേറ്റർ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ കുറച്ചു നേരമൊക്കെ ഇരുന്ന് സംസാരിച്ച് ചുമ്മാ എന്നിട്ട് നമുക്ക് പോവാന്ന് വിചാരിച്ചു അല്ലേ? ഓക്കെ. നമ്മൾ തിയേറ്ററിലേക്ക് പോവുകയാണ്. എല്ലാവരും വന്നു. കുറച്ച് പേരൊക്കെ ഫ്രണ്ടിൽ പോയി, കുറച്ച് പേര് വരുന്നുണ്ട്. ഓക്കെ, ഒരാൾ ലേറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ടൈം പോയത്. ഇനി മൂവി തുടങ്ങുന്നതിന് മുമ്പ് എത്താൻ പറ്റുമോ നമുക്ക് അറിയത്തില്ല. 1 മണിക്ക് എത്തണം. പറ, എന്താണ് നിനക്ക് പറയാനുള്ളത്? ലേറ്റായി വന്നതിനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? ഗൈസ്, 1 മണിക്ക് സിനിമയുള്ളൂ. പിന്നെ നമ്മൾ എന്തിനാണ് നേരത്തെ പോകുന്നതെന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത്. 20 മിനിറ്റ് നടക്കാനുണ്ടോ? യെസ്, 20 മിനിറ്റ് നടക്കാം. എന്റെ സഹയാത്രികരൊക്കെ എന്നെ കുറ്റപ്പെടുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ സ്റ്റേ ട്യൂൺഡ്. ഇവൻ അടി കിട്ടുമോ ഇല്ലയോ, നമ്മൾ കറക്റ്റ് സമയത്ത് എത്തുമോ ഇല്ലയോ, കറക്റ്റ് സമയത്ത് സിനിമ കാണാൻ പറ്റുമോ ഇല്ലയോ, ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക്. നമ്മളിവിടെ എത്തി. തിയേറ്ററിന്റെ പേര് ലക്ഷ്മി തിയേറ്റർ. സ്ഥലം ഏതാ? താവരക്കര. ഓക്കെ, ബട്ട് ഭയങ്കര ആൾക്കാരാണ്, ഭയങ്കര തിരക്കാണ്, ചൂടാണ്. ഇതുവരെ നമ്മൾ കയറിയിട്ടില്ല. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കണ അത്രയും കുഴപ്പമില്ല. പക്ഷെ ഇത് കണ്ടോ, എനിക്ക് അറിയത്തില്ല. ഭയങ്കര തിരക്കാണ്. അപ്പൊ മൂവി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നും പറയാനില്ല ഗൈസ്, നല്ല ഒന്നും പറയാനില്ല. അത്ര ഫീല് നല്ല അല്ലേ? അതെ, ബാംഗ്ലൂർ വന്നിട്ട് കാണാൻ പറ്റും. അതെ അടിപൊളിയായിരുന്നു. സൂപ്പർ. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നാം ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചുമ്മാച്ചന്റെയും അമലയുടെയും ബർത്ത്ഡേ ആഘോഷത്തിന്റെ ഭാഗമായാണ്. ആദ്യം തന്നെ അവരുടെ ബർത്ത്ഡേ ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഈ ഒരു ഉദ്യമം അമലയുടെ ബർത്ത്ഡേ ഞങ്ങൾക്ക് അറിയായിരുന്നു. ചെമ്മാച്ചൻ ഞങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ ശ്രമിച്ചു. പക്ഷേ വളരെ കുശാഗ്ര ബുദ്ധിയുള്ള മിനി അത് കണ്ടുപിടിക്കുകയും അത് അത് ഞങ്ങളെ അറിയിക്കുകയും സമയോചിതമായ പ്രവർത്തനങ്ങൾ ഇടപെടലാൽ മിനിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ പരിപാടിക്ക് ഔദ്യോഗികമായി നന്ദി പറഞ്ഞു.